ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് വിത്ത് സോണി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് ക്ലാസ്സിലേക്കുള്ള വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു ഓണമൊക്കെ പ്രമാണിച്ച് കുറേ ആയി നമ്മളിപ്പോൾ മേക്കപ്പ് ക്ലാസ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പിട്ട് നമ്മുടെ മേക്കപ്പ് ക്ലാസ്സിലേക്കുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്കും ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് കളർ കറക്റ്റർ വളരെ ഈസി ആയിട്ട് നീറ്റായിട്ട് ഒരു ബിഗിനറിന് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് വീഡിയോ ആണ്. അപ്പോൾ അധികമൊന്നും സംസാരിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്കും കൂടി ചെയ്തേക്കുക. ഇനി എന്തെങ്കിലും മേക്കപ്പ് ബ്യൂട്ടി റിലേറ്റഡ് ഡൗട്ട്സും മറ്റുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ മെയിലിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേസിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഈ ഒരു സൈഡിൽ എന്തൊക്കെ തെറ്റുകളാണ് നോർമലി ഒരാൾ കളർ കറക്റ്റർ യൂസ് ചെയ്യുമ്പോൾ പറ്റുന്നത്, ഈ ഒരു സൈഡിൽ എങ്ങനെ വളരെ കറക്റ്റായിട്ട് ഒരാൾക്ക് കളർ കറക്റ്റർ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു വീൽ, ഇതൊരു കളർ കറക്റ്റർ വീലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു ഓറഞ്ച് കറക്റ്റർ ഉണ്ട്, ഒരു കോണ്ടൂർ ഷെയ്ഡ്സ് ഉണ്ട്, ഇതൊരു കൂൾ ടോൺ ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, ഒരു പർപ്പിൾ, ഒരു ബനാന ഷെയ്ഡ്, അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരൊക്കെ യൂസ് ചെയ്യണം അതാണ് ആദ്യം അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കറക്റ്റർ എന്ന് പറയുന്നത് ഓറഞ്ച് കറക്റ്ററാണ്. എപ്പോഴും എല്ലാവരും പറയും നോർമലി ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യുന്നത് ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാനാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കറക്റ്റർ, പീച്ച് കറക്റ്റർ, പീച്ച്, ഓറഞ്ച്, റെഡ്, ഇങ്ങനെയാണ് 3 ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഈ മൂന്നും നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഡാർക്ക് സർക്കിൾസ്, ഇരുണ്ട നിറമുള്ള ഡാർക്ക്നെസ്സിനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കണ്ണിലോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എനിക്ക് വളരെ ലൈറ്റായിട്ടുള്ള ഡാർക്ക് സർക്കിൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു കേസിൽ ഇത്രയും ഓറഞ്ചി ആയിട്ടുള്ള ഒരു കറക്റ്റർ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഓറഞ്ചായിട്ട് തോന്നും എൻ്റെ ഫേസ്. ഇനി അപ്പോൾ അങ്ങനെയുള്ളവരാരും, ഇങ്ങനത്തെ ലൈറ്റായിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് ഉള്ളവരാരും ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യേണ്ടത്, അതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. യൂസ് ചെയ്യണം. എൻ്റെ ഒരു സ്കിൻ കളറോ എന്നേക്കാൾ ഫെയർ ആയിട്ടുള്ളവരോ, അതായത് ഒരു മീഡിയം ടു വെരി ഫെയർ ആയിട്ടുള്ളവർക്കൊന്നും ചെറിയ ഡാർക്ക് സർക്കിൾസിന് ഇതുപോലുള്ള ഓറഞ്ച് കറക്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഭയങ്കര ഓറഞ്ചി ആയിട്ട് തോന്നും. അതേസമയം ഇതുപോലത്തെ ലൈറ്റായിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് ഉള്ളൂ, പക്ഷേ നിങ്ങൾ ഇരുനിറമോ അതിനേക്കാൾ ഡീപ്പായിട്ടുള്ള ഒരു സ്കിൻ ടോണോ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒരു ഓറഞ്ച് കറക്റ്ററാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഫെയർ ആയിട്ടുള്ളവർ, ചെറിയ ഡാർക്ക് സർക്കിൾസ് ആണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഒരു പീച്ച് കറക്റ്റർ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഷെയ്ഡുമായിട്ട് മാച്ച് ചെയ്യുന്ന സെയിം ഷെയ്ഡ് കൺസീലറാണ് നിങ്ങളെപ്പോഴും ചെറുതായിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ക്ലിയറായി? ഇനി നിങ്ങൾ നല്ല ഫെയർ ആയിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഒരു മീഡിയം സ്കിൻ ആയിട്ടുള്ളവരാണ്, നല്ല രീതിയിൽ ഹെവി ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യാം. ഹെവി ഡാർക്ക് സർക്കിൾസ് ഉണ്ട് എന്നാൽ ഫെയറുമാണ്, ഈ ഒരു കേസിൽ മാത്രമേ ഓറഞ്ച് ടു റെഡ് കറക്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതാണ് ഒരു കളർ കറക്റ്ററിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ഗ്രീൻ കറക്റ്ററാണ്. ഗ്രീൻ കറക്റ്റർ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ റെഡ്നെസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഫേസ് സൂം ചെയ്താൽ അറിയാം എൻ്റെ പിമ്പിൾസ് കറുത്തതല്ല, ചുമന്ന കുരുവാണ് ഈ നിൽക്കുന്നത്. ഇതുപോലുള്ള ചുമന്ന പാടുകൾ ഉണ്ടാകും. ആക്നി സ്കാർസ്, ബ്ലെമിഷസ്, റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യാൻ നമുക്ക് ഈ ഗ്രീൻ കറക്റ്റർ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നോർമലി നമ്മൾ ഗ്രീൻ കറക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ റെഡ്നെസ്സും ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ റെഡ്നെസ്, നെറ്റിയുടെ ഭാഗത്ത് റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കറക്റ്റർ യൂസ് ചെയ്തുകൊണ്ട് അത് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഗ്രീൻ കറക്റ്റർ ഫെയർ സ്കിന്നിനും ഡീപ്പ് സ്കിന്നിനും മീഡിയം സ്കിന്നിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഓറഞ്ച്, റെഡ്, പീച്ച് പോലെ നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഇനി സാധാരണ എല്ലാവരും ഉപയോഗിക്കാത്തൊരു സാധനമാണ് ഈ ഒരു പർപ്പിൾ കറക്റ്റർ. ഇതുപോലുള്ള പർപ്പിൾ കറക്റ്ററിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരു
എബോ മീഡിയം ടു വെരി ഫെയർ ആയിട്ടുള്ള ആളുകൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുവാണ്, ഫേസൊക്കെ ഒന്ന് കഴുകി, പക്ഷെ നമ്മുടെ ഫേസ് ആകെ ഡള്ളായിട്ട് നിൽക്കുന്ന ഒരു സുഖമില്ല, നമ്മുടെ ഫേസ് ആകെ കൂടി ഡള്ളാവുന്നു, പക്ഷേ ഫേസിൽ വേറെ ഡാർക്ക്നെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടും ആ ഒരു ഉഷാറോ അല്ലെങ്കിൽ ആ ഒരു ഡൾനെസ് മാറുന്നൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ കണ്ണിൻ്റെ താഴേക്ക് ചിലപ്പോൾ ഒരു ഗ്രേനെസ്സോ അങ്ങനത്തെയൊക്കെ ഒരു ഫീൽ ഉണ്ടാകും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറക്ടറാണ് പർപ്പിൾ കറക്ടർ. ഈ പർപ്പിൾ കറക്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫേസിന് അത്യാവശ്യം ഒന്ന് ആ ഡൾനെസ്സൊക്കെ ഒന്ന് മാറ്റി ബ്രൈറ്റൻ അപ്പ് ആക്കാനും ഈ ഒരു പർപ്പിൾ കറക്ടർ ഹെൽപ്പ് ചെയ്യും. നോർമലി പർപ്പിൾ കറക്ടർ മീഡിയം ടു ഡീപ്പ് സ്കിൻ യൂസ് ചെയ്യത്തില്ല. എബോ മീഡിയം ടു ഫെയർ ആയിട്ടുള്ളവരാണ് ബേസിക്കലി ഈ ഒരു പർപ്പിൾ കറക്ടർ യൂസ് ചെയ്യുന്നത്. ഈ രണ്ടാൾക്കാരുണ്ട്, ഒരു ഡീപ്പ് കോണ്ടൂർ ഷെയ്ഡും ഒരു കൂൾ ടോൺ ബ്രൗൺ ഷെയ്ഡും. ഈ ഒരു രണ്ട് ബ്രൗൺ ഷെയ്ഡും ബേസിക്കലി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ഡാർക്ക് സർക്കിൾസിനെ കവർ ചെയ്യാൻ ഉപയോഗിക്കാം. അതായത് നമ്മൾ ഓറഞ്ച് കറക്ടർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഡാർക്ക്നെസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോണ്ടൂർ ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. ഡാർക്ക് സർക്കിൾസ് കറക്റ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അത് കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കോണ്ടൂർ ചെയ്യാൻ, ഫേസിന് സ്ട്രക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ രണ്ട് ഷെയ്ഡ്സും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റുള്ള നമ്മളുടെ ഈ ഒരു കറക്ടർ എന്ന് പറയുന്നത് ഒരു യെല്ലോ കറക്ടറാണ്. ബേസിക്കലി യെല്ലോ കറക്ടർ എന്ന് പറയുന്നത് ബനാന കറക്ടർ അഥവാ ബ്രൈറ്റൻ ചെയ്യുന്ന കറക്ടർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ബനാന ഷീറ്റ്സ്, ബനാന പൗഡേഴ്സ് ഒക്കെ നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ താഴെ മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഹൈ എൻഡ് പോർഷനിലൊക്കെ ബ്രൈറ്റൻ ആയിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫേസിൽ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഫേസിന് സ്ട്രക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോണ്ടൂർ ഉപയോഗിക്കുന്നത്. ഫേസിന് ഒരു റിഫ്രഷിങ് ഒരു ലുക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഫേസിനൊരു ഗ്ലോ ഡ്യൂവി ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഡള്ളായിട്ടിരിക്കുന്ന ഫേസിന് കുറച്ചൊരു ബ്രൈറ്റ്നെസ് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യെല്ലോ കറക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം നോർമലി നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്തതിന് ശേഷമാണ് എപ്പോഴും ഇതുപോലുള്ള യെല്ലോ കറക്ടേഴ്സ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഈ വീലിനെ പറ്റി പറയാനുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ ബേസിക്കലി കളർ കറക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ കൈയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഈവൻ ഫിനിഷ് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എസ്പെഷ്യലി നിങ്ങൾ ഓറഞ്ച് കറക്ടർ, റെഡ് കറക്ടർ, ഗ്രീൻ കറക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്രഷ് ഇട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിലധികം പ്രോഡക്റ്റ് നമ്മുടെ ഫേസിലാകും. നല്ല രീതിക്ക് അത് ബ്ലെൻഡ് ആവത്തില്ല, നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു മേക്കപ്പും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ചെയ്യുമ്പം കൈ ഉപയോഗിക്കുക, വളരെ കുറച്ച് മാത്രം പ്രോഡക്റ്റ് എടുത്ത് എവിടെയാണോ ഡാർക്ക് സർക്കിൾസ് ഉള്ളത് അതൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഏറ്റവും നല്ലൊരു ടിപ്പ്. അപ്പോൾ എൻ്റെ ഒരു ഫേസിൽ ഇതാ ഇപ്പോൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, പിന്നെ ഇതാ ഈ ഭാഗത്തും ചെറിയൊരു ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അത്യാവശ്യം ബ്ലെമിഷസും ആക്നി സ്കാർസും ആക്റ്റീവ് പിമ്പിൾസും എൻ്റെ ഫേസിലുണ്ട്. അപ്പം ഞാൻ ഈ രണ്ട് സൈഡായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഈ ഒരു സൈഡിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ബ്രഷും അതുപോലെ തന്നെ എനിക്ക് ചേരാത്ത കറക്റ്റേഴ്സും നോർമലി എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്സും ഒക്കെയാണ് ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. എന്നാൽ ഈ ഒരു സൈഡിൽ എനിക്ക് ചേരുന്ന കറക്ടർ ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, വളരെ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ കളർ കറക്ടർ യൂസ് ചെയ്യാം എന്നതാണ് നിങ്ങൾ ഈ ഒരു സൈഡിൽ മനസ്സിലാക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നോക്കിയാൽ അറിയാം, ഞാനൊരു എബോ മീഡിയം ആയിട്ടുള്ള ഒരു സ്കിൻ കളറാണ് എനിക്കുള്ളത്. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ താഴെ ഹെവി ഡാർക്ക് സർക്കിൾസ് ഇല്ല. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു ഓറഞ്ച് കറക്ടറാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ബ്രഷാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്യാം. ഇതൊരു ഫ്ലാറ്റ് ബ്രഷാണ്. ഞാൻ ഒരിക്കലും പറയുന്നില്ല ബ്രഷ് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ബിഗിനറെ സംബന്ധിച്ച് ഒരുപാട് പ്രോഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ബ്ലെൻഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായി പോകും. നമുക്ക് ഈ ഒരു ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യാം. ഇതാ ഇത്രയും പ്രോഡക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഐലിഡ്സിൽ അത്യാവശ്യം ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്.
അപ്പോൾ ഈ ഒരു സൈഡിൽ അത്യാവശ്യം ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടത്. ഇനി ഇത് താഴത്തോട്ട് ഇറക്കേണ്ട കാര്യമില്ല. ഈ ഭാഗത്തല്ലേ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ളത്. അപ്പോൾ ഇത്രയും ഞാൻ നല്ല രീതിയിൽ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഭാഗത്ത് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് ഒരു കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി ഞാൻ ബ്രഷ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് എങ്ങനെ കൈ വെച്ചിട്ടും കൂടി നീറ്റായിട്ട് ഒരു കളർ കറക്റ്റർ യൂസ് ചെയ്യാമെന്ന് പഠിക്കാം. അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ പീച്ച് കറക്റ്റർ യൂസ് ചെയ്യാം. ഞാൻ നോർമലി പീച്ച് കറക്റ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. സാധാരണ എൻ്റെ സ്കിൻ ഷെയ്ഡുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കൺസീലർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്. എൻ്റെ ഷെയ്ഡ് 06. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കൈയുടെ ബാക്കിൽ കുറച്ച് പ്രോഡക്റ്റായിട്ട് എടുക്കുവാണ്. നമുക്ക് വളരെ കുറച്ച് മതി, ഇത്രയും മതി. ഓവറായിട്ട് ഇവിടെ എടുത്ത പോലെ പ്രോഡക്റ്റ് ഒന്നും എടുക്കുന്നില്ല, വളരെ കുറച്ച് മാത്രം ഞാൻ എടുക്കുവാണ്. ഇനി നമുക്ക് ഈ ഒരു റിംഗ് ഫിംഗറിലാണ് ഈ ഒരു പ്രോഡക്റ്റ് എടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ ഫേസിലോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ടും എൻ്റെ ആ ഒരു ചെറിയ ഡാർക്ക്നെസ് വളരെ ലൈറ്റായിട്ട് ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓറഞ്ച് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യേണ്ടത്, പിന്നെ ഫേസിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് വഴിയെ നോക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഫേസിൽ ബ്ലെമിഷസ് ഉണ്ട്, സ്കാർസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഡ് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് കൺസീലർ തന്നെ ഉപയോഗിച്ച് ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കറക്റ്റർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഗ്രീൻ കറക്റ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സൈഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടും ഈ ഒരു സൈഡിൽ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടുമാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ചെറിയ ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്യണത്. അതിൽ നമുക്ക് ഗ്രീൻ ഷെയ്ഡ് ഉപയോഗിക്കാം. നോർമലി ഞാൻ ഗ്രീൻ കറക്റ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ സെയിം ഷെയ്ഡിലുള്ള കൺസീലർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൺസീലർ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളൊരു കളർ കറക്റ്റർ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഗ്രീൻ കറക്റ്റർ ഇതുപോലെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പറഞ്ഞു തരുന്നത്. ഇത് അത്യാവശ്യം നല്ല കറക്റ്ററാണ്. ഞാൻ ഇപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. ഒന്നുമില്ല, കണ്ടോ, നമ്മൾ ലൈറ്റായിട്ട് ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ട് അത് പൊക്കോളും. അപ്പോൾ ഇതാ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഗ്രീൻ കറക്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട്. ഇനി ഈ ഒരു സൈഡിൽ നമുക്ക് കൈ ഉപയോഗിച്ച് സെയിം ഗ്രീൻ കറക്റ്റർ ഉപയോഗിച്ച് നോക്കാം. എടുക്കുമ്പോൾ എഗെയിൻ റിംഗ് ഫിംഗർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കറക്റ്റർ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഫേസിലുള്ള ഡാർക്ക് സർക്കിൾസ്, ബ്ലെമിഷസ്, ആക്നി സ്കാർസൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എനിക്കൊരു റെഡ്നെസ് ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രീൻ കറക്റ്റർ യൂസ് ചെയ്യും. എനിക്കൊരു ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലൂ ടോൺഡ് ബ്ലെമിഷസ് ഉണ്ടെങ്കിൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് ഓറഞ്ച് കറക്റ്റേഴ്സാണ്. അത് ഉപയോഗിച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് കളയും. വളരെ ലൈറ്റായിട്ട് മാത്രമായിരിക്കണം എപ്പോഴും കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത്. ഇനി എൻ്റെ ഐലിഡ്സിൽ ഞാൻ ഉപയോഗിച്ചത് കൺസീലറാണ്. അപ്പോൾ കൺസീലറിൻ്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്യൂട്ടി ബ്ലെൻഡറോ അതല്ലാന്നുണ്ടെങ്കിൽ ബ്രഷോ ഉപയോഗിച്ചിട്ട് നമ്മളുടെ കൺസീലർ അപ്ലൈ ചെയ്യാം. എന്നാൽ ഇതുപോലുള്ള കറക്റ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഇത്രയും ലെയറായിട്ട് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ കൺസീലർ ഉപയോഗിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഭാഗത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്.
എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രീൻ കറക്റ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഭാഗത്ത് ലൈറ്റായിട്ടും ഈ ഭാഗത്ത് ഹെവി ആയിട്ടുമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് രീതിയിൽ ഇതിൻ്റെ പൊക്കത്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. എൻ്റെ പോലെ മാർക്സും സ്പോട്ട്സും ഉള്ളവർക്ക് ഇതിൻ്റെ ടോപ്പ് ലെയർ ആയിട്ട് കൺസീലറും കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് ഫേസിൽ വേറെ മാർക്സ് ഒന്നുമില്ല, ഇതുപോലത്തെ ഈ ഒരു റെഡ്നെസ്സും അതുപോലത്തെ ഈ ഡാർക്ക് സർക്കിളും മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് രീതിയുണ്ട്. അത് ഓരോരുത്തർക്കും സ്യൂട്ടാവുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. ചില ആളുകൾ ഈ കളർ കറക്റ്റർ വളരെ ലൈറ്റായിട്ട് ഒരു പൗഡർ ഉപയോഗിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും, ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം അതിൻ്റെ പൊക്കത്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും. അത് ശരിക്കും അതാണ് കറക്റ്റായ രീതി. കാരണം ഈ ഇട്ടിരിക്കുന്ന കറക്റ്റേഴ്സോ കൺസീലേഴ്സോ അനങ്ങില്ല. അത് ഒരു പോയിന്റ്. അല്ലാത്ത പക്ഷം നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അങ്ങനെ പൗഡർ വെച്ച് സെറ്റ് ചെയ്യണത് അത്ര ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർ ഇതിൻ്റെ പൊക്കത്ത് ഡയറക്റ്റായിട്ട് കൺസീലറോ ഫൗണ്ടേഷനോ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ നോർമലി ഈ ഒരു കറക്റ്റേഴ്സ് സെറ്റ് ചെയ്യാറില്ല. എനിക്ക് അതിൻ്റെ പൊക്കത്ത് തന്നെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് എനിക്ക് പേഴ്സണലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവുന്നത് ആ രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഒരു പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം, എന്നിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കൺസീലറോ ഫൗണ്ടേഷനോ അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്കിതാ സ്റ്റിൽ ഈ ഭാഗത്ത് ഒന്ന് കൺസീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കറക്റ്റ് ചെയ്തു, ഇനി കൺസീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ മാർക്സ് ഒക്കെ വിസിബിളാണ്. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം സ്വീസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് ഉപയോഗിക്കുന്നത്. റെഡ്നെസ്സും ബ്ലെമിഷസും ഒക്കെ പോയി, അതൊന്ന് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കൺസീൽ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ ഇത് എടുത്ത് കാണിക്കും. ഇത് വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം വളരെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. വേറെ റെഡ്നെസ് ഒന്നും കയറി വന്നിട്ടില്ല. ഒന്നും കൂടി ഇതിനൊന്ന് ഇവൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ചെറിയ നനവോടെ ഞാൻ പിഴിഞ്ഞെടുത്താണ്. ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നീറ്റായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ പിമ്പിൾസാണ് നമ്മുടെ സ്കിന്നിനേക്കാൾ പൊക്കത്തിലാണ് ഇരിക്കുക. അപ്പോൾ അത് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മാർക്സും ബ്ലെമിഷസും ഹൈഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു മീഡിയം കവറേജ് കൺസീലറാണ്, ഹൈ കവറേജ് കൺസീലറും അല്ല. അപ്പോൾ എൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നമ്മൾ കറക്റ്റും ചെയ്തു, കൺസീലും ചെയ്തു, സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. ഇനി ഈ സൈഡിൽ നമ്മൾ കറക്റ്ററും ഉപയോഗിച്ചു കൺസീലറും ഉപയോഗിച്ചു സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മൾ കറക്റ്റർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. സ്റ്റിൽ ഇവിടെ ചെറിയ ഡാർക്ക് മാർക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പൊക്കത്ത് നമുക്ക് കൺസീലർ ഉപയോഗിക്കാം. ഇനി ഈ സൈഡിൽ നമ്മൾ കൺസീലർ ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓറഞ്ച് കറക്റ്റർ ഉപയോഗിച്ചു. ഞാൻ ഈ സൈഡും സെറ്റൊന്നും ചെയ്യണില്ല, ഡയറക്റ്റ്ലി കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഈ സൈഡിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ബ്രഷാണ്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. സെയിം കൺസീലർ തന്നെയാണ് എടുക്കുന്നത്. ഫേസ് ഞാൻ സെറ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുവാണ്. ഞാൻ ഇതുപോലൊരു ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടാൽ അറിയാം എന്താ സംഭവിച്ചതെന്ന്. പ്രൊഡക്റ്റ് മൂവായി. അപ്പോൾ ആ സൈഡിൽ ചെയ്ത് പോയാൽ തന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡിലും കൺസീലർ ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ മാർക്സ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കണ്ണിൻ്റെ താഴെ നിന്നുള്ള ഓറഞ്ച് ഷെയ്ഡൊക്കെ താഴത്തോട്ട് പോയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. അപ്പോൾ അതിന് വേണ്ടി എടുക്കുന്നത് ഇവിടെ റിമലിൻ്റെ ഈ ഒരു മാച്ച് പെർഫെക്ഷൻ ഫൗണ്ടേഷനാണ്. ഇതൊരു ഡ്യൂവി ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. ഇത്രയാണ് ഉപയോഗിക്കുന്നത്. എഗെയിൻ ഇതിൻ്റെ പൊക്കത്ത് ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ ഇടുവാണ്.
ഞാൻ ഒരുപാട് കയ്യിലെടുത്തു, അത്രയും തന്നെ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെയിം ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബഫിങ് അല്ല ചെയ്യുന്നത്, ഡ്രാഗിങ് ആണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡ്രാഗാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബ്രഷ് ആണെങ്കിൽ കൂടിയും ബഫ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് മൂവ് ചെയ്യില്ല. പക്ഷെ ഡ്രാഗ് ചെയ്താലാണ് മൂവ് ചെയ്യുന്നത്. ഞാൻ ഐലിഡ്സിലും സെയിം ഫൗണ്ടേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഓൾറെഡി കൺസീലർ ഉപയോഗിച്ചാണ്, പക്ഷെ അത് കവറായില്ല, ഓറഞ്ചായിട്ട് തന്നെ ഇരുന്നു. ബാക്കിയുള്ള ആ ഒരു ഫൗണ്ടേഷൻ തന്നെ അപ്ലൈ ചെയ്യുവാണ്. ഈ ഒരു സൈഡ് നമ്മൾ മാക്സിമം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ ഒരു ഓറഞ്ച് കളർ ഇപ്പോഴും മാറുന്നില്ല. നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തു, ഈ ഭാഗത്ത് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു, എന്നിട്ടും ആ ഒരു ഓറഞ്ച് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫേസ് നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടും വൃത്തിക്ക് ഇരിക്കത്തില്ല. ഈ ഒരു ബ്രഷ് വെച്ച് ഇങ്ങനെ ഡ്രാഗാണ് ചെയ്തത്, അപ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളൊരു കളർ കറക്റ്ററൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഡ്രാഗ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. ഒക്കെ മിക്സ് ആകും. നമ്മളൊരു വെയിലത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വൃത്തിയും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. ബ്രഷ് ഉപയോഗിക്കുന്നവർക്ക് ബ്രഷ് യൂസ് ചെയ്യാം, പക്ഷെ ബഫിംഗ് ആണ് ചെയ്യേണ്ടത്, ഡ്രാഗിങ് അല്ല. ഇനി ഈ ഒരു സൈഡിൽ നമുക്ക് നമ്മളുടെ നോർമൽ ഫൗണ്ടേഷൻ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചാലും മതി. ഞാൻ തൽക്കാലം ബ്യൂട്ടി ബ്ലെൻഡറാണ് ഉപയോഗിക്കുന്നത്. ഈ സൈഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു, നമ്മൾ എടുത്തിരുന്ന ഫൗണ്ടേഷൻ മുഴുവനും അപ്പം തന്നെ ഇതിലിട്ടു. ആവശ്യത്തിനല്ല, അനാവശ്യത്തിന് ആയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ ഈ സൈഡിൽ വന്നു. ഈ സൈഡിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഫൗണ്ടേഷൻ വളരെ ലൈറ്റായിട്ട് തിൻ ലെയർ ആയിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോണത്. സെയിം ക്വാണ്ടിറ്റി ആണ് ഞാൻ എടുക്കുന്നത്. എപ്പോഴും പറയണ പോലെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഫൗണ്ടേഷൻ മാത്രം അപ്ലൈ ചെയ്യുക. നമുക്കിത് മതി. ഉണ്ടോ, ഭയങ്കര തിന്നായിട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത ഒരു പ്രോഡക്റ്റും ഇത് മൂവ് ആവുന്നില്ല, കാരണം ബഫിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നെറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. എൻ്റെ ഫേസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ദാ എല്ലാം ഒറ്റ കളറായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു സൈഡിൽ ഭയങ്കര ഓറഞ്ച് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഭയങ്കര ഒരു ഹെവി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ വേണം ബഫിംഗ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ രണ്ട് സൈഡും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിലുള്ള ഈ ഒരു യെല്ലോ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ കറക്റ്റർ ഹെവി ആയിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോണത്. ഈ ഭാഗത്ത് നമുക്ക് ആവശ്യത്തിന് ഉള്ളത് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പോണത്. എഗെയിൻ ഞാൻ കയ്യിലെടുത്തു. എൻ്റെ ഫേസിലോട്ട് ഇപ്പോൾ നോക്കിയാൽ അറിയാം, നമ്മുടെ കണ്ണിൻ്റെ താഴെ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഡിഫറൻസ്. യെല്ലോ കറക്റ്റേഴ്സ് അല്ലെങ്കിൽ ബനാന ഷീറ്റ്സ് അണ്ടർ ഐസ് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു യെല്ലോ കറക്റ്റർ ഈ സൈഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ എന്തോ എടുത്ത് വച്ച പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടണത്. ഈ ഒരു സൈഡിൽ വളരെ ഈവൻ ഫിനിഷ് ആയിട്ട് നമുക്ക് തോന്നും. ഇത്രയും മതി. നമ്മുടെ നോർമൽ കറക്റ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ വെച്ച് നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് വളരെ നീറ്റായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു പൗഡർ ഉപയോഗിച്ച് സെറ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഇതാ കുറച്ച് കഴിയുമ്പോഴേക്ക് ചെറിയ ലൈൻസിലൊക്കെ കയറി അതിരിക്കും, ഭയങ്കര വൃത്തികേടായി പോവും. പിന്നെ കണ്ണ് തണ്ട എനിക്കിവിടെ ക്രീസിങ് തുടങ്ങിയേക്കണ കണ്ട കാര്യം എന്താ വെച്ചാൽ എനിക്ക്
ഈ പറഞ്ഞ പോലെ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി എല്ലാവർക്കും പറ്റുന്ന തെറ്റുകൾ. നമ്മൾ ഓവറായിട്ട് പ്രോഡക്റ്റ്സ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നു, ഓവറായിട്ട് കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും കറക്റ്റർ എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യാനാണ്, ഹൈഡ് ചെയ്യാനല്ല. ബ്ലെമിഷസ് ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യണം, ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യണം. ഒരിക്കലും ഹൈഡ് ചെയ്യുക അല്ല ഒരു കളർ കറക്റ്ററിൻ്റെ ഉദ്ദേശം. ജസ്റ്റ് കറക്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എൻ്റെ ഈ ഒരു സൈഡ് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സ്റ്റിൽ എനിക്കിവിടെ മാർക്സ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഹെവി ഡ്യൂട്ടി കൺസീലേഴ്സ് അല്ലെങ്കിൽ ഹെവി കവറേജ് ആയിട്ടുള്ള ഒരു കൺസീലർ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് മാർക്സ് സ്റ്റിൽ വിസിബിൾ ആണ്. ഞാൻ ഉപയോഗിച്ച ഫൗണ്ടേഷൻ ആണെങ്കിലും അത് ലോ ടു മീഡിയം ആയിട്ടുള്ള ഒരു കവറേജുള്ള ഫൗണ്ടേഷനാണ്. അപ്പോൾ അത്രയൊക്കെ അതിൻ്റെ മാർക്സ് കവർ ചെയ്യത്തുള്ളൂ. സ്റ്റിൽ ഞാൻ ഈ ഒരു ലുക്കിൽ ഹാപ്പിയാണ് ഈ ഒരു സൈഡിൽ. ഇനി നമുക്ക് ഫേസിൽ പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം. കാരണം എന്താ, എൻ്റെ ഫേസ് അത്രയധികം ഓയിലി ആയിട്ടുണ്ട്. കാരണം ഒരു ഡ്യൂവി ഫൗണ്ടേഷനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് നീറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നോർമൽ ഞാനൊരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മേബിലിൻ ഫിറ്റ് മീ കോമ്പാക്ട് പൗഡറാണ്. അഗെയിൻ സെയിം ബ്യൂട്ടി ബ്ലെൻഡറാണ് എടുക്കുന്നത്. വളരെ കുറച്ച് മാത്രമാണ് ഞാൻ പ്രോഡക്റ്റ് എടുക്കുന്നത്. ബാലൻസ് ആ ബ്ലെൻഡറിൽ ഉള്ള ആ പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും, ഭയങ്കര കേക്കി ആയിട്ടുള്ള സെക്ഷനാണിത്. ഇത് ഭയങ്കര കേക്കി ഗ്രീസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ സൈഡിൽ നമ്മൾ ഹെവി ആയിട്ട് പൗഡർ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഞാൻ കൊട്ടുന്നില്ല, ഇതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് കേക്കിയായി. എൻ്റെ പോൾസിൻ്റെ അകത്തൊക്കെ ഈ ഒരു പൗഡർ കയറി ഇരിക്കുന്നുണ്ട്. ഭയങ്കര വൃത്തികേടായിട്ട് ഇരിക്കുന്നത്, കണ്ണിൻ്റെ താഴെയാണെങ്കിലും മുകളിലൊക്കെ ആണെങ്കിലും. അപ്പോൾ ഈ ഒരു സൈഡ് കമ്പാരിറ്റീവ്ലി ഇതിനെ അപേക്ഷിച്ച് ഹൈലി കേക്കി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര ഓറഞ്ച് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്ക് നേരിട്ട് ഭയങ്കര വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെയാണ് കളർ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഭാഗത്ത് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നോർമലി വരുന്നത് എന്നാണ് നമ്മൾ കണ്ടത്. നോർമലി ഇതുപോലെയാണ് നമ്മൾ കളർ കറക്റ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് നമുക്ക് വരുന്ന മിസ്റ്റേക്സ്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു, യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ കളർ കറക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ, ലവ് യു ഗൈസ്.